വളരെ ഒറിജിനൽ മാറി നിൽക്കുന്ന ഒരു ഫ്ലൈറ്റ്. എന്നാൽ ഇതൊരു റെസ്റ്റോറന്റ്. ബാംഗ്ലൂരിലെ ഫസ്റ്റ് എയറോ റെസ്റ്റോറന്റ് ആണ് ഇട്ടത്. ഫ്ലൈറ്റിന്റെ അതേ ഒറിജിനാലിറ്റിയിൽ തന്നെ ഉണ്ടാക്കിയെടുത്തു. 1 വർഷത്തോളം പണിയെടുത്താണ് ഈ ഒരു പ്രൊജക്ട് പൂർത്തീകരിച്ചിട്ടുള്ളത്. കർണാടക സ്വദേശിയുടേതാണ് ഈ ഒരു റെസ്റ്റോറന്റ്. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത പോലെ തന്നെ നമുക്ക് തോന്നുകയുള്ളൂ. ഫാമിലിയൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസ്റ്റോറന്റ് തന്നെയാണ്. ഫ്ലൈറ്റ് ഡൈനിങ് കൂടാതെ സെപ്പറേറ്റ് ഒരു ഡൈനിങ് ഏരിയയും അതുപോലെ മജ്ലിസ് ഡൈനിങ് സൗകര്യവും ഇവിടെ ഉണ്ട്. അതുപോലെ കുട്ടികൾക്കൊക്കെ ഉല്ലസിച്ച് രസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലേ ഏരിയ സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു. ഫ്ലൈറ്റ് നേരിട്ട് കാണാൻ ഒരു ലക്ഷ്യമില്ല കേട്ടോ. അതിന്റെ ഒറിജിനാലിറ്റി എഞ്ചിനും ടയറുകളും എല്ലാം മെറ്റലാണ് നിർമ്മിച്ചത്. ഇനി ഫ്ലൈറ്റിന്റെ ഉള്ളൊന്ന് കാണണ്ടേ? ഫ്ലൈറ്റിന്റെ ഉള്ളിലോട്ട് കയറണം എന്നുണ്ടെങ്കിൽ ബോർഡിംഗ് പാസ് എടുക്കണം കേട്ടോ. അതിന് 100 രൂപ ഫീസ് വരുന്നുണ്ട്, എൻട്രി ഫീസ് ആയിട്ട്. നമ്മൾ എന്തായാലും 100 രൂപ കൊടുത്ത് ബോർഡിംഗ് പാസ് എടുത്തു. ഇനി നമുക്ക് ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാം. സെക്യൂരിറ്റിന്റെ കയ്യിൽ ബോർഡിംഗ് പാസ് കാണിച്ചു കൊടുത്തു. നമ്മുടെ സീറ്റ് നമ്പറും ബോർഡിംഗ് പാസിലുണ്ട്. ഒറിജിനൽ ആയിട്ട് എയർപോർട്ടിൽ നിന്ന് നമുക്ക് ഒരു ഫ്ലൈറ്റിൽ കയറുന്ന ഫീലാണ് ഇതിന്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ. ഈ ഫ്ലൈറ്റ് നിർമ്മിച്ച ആളെ ഒന്നും പറയാനില്ല കേട്ടോ. അതിന്റെ ക്യാബിൻ ക്രൂ ഒക്കെ അതേപടി തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 240 പേർക്ക് ഉള്ള സീറ്റിംഗ് കപ്പാസിറ്റി ആണ് കേട്ടോ ഫ്ലൈറ്റിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഇന്റീരിയർ ഒക്കെ ഒന്ന് കണ്ടു നോക്കൂ. ഒറിജിനൽ ഫ്ലൈറ്റിന്റെ വിൻഡോന്റെ ഒക്കെ പോലെ തന്നെ, അതുപോലെ ആ സീലിംഗ് ഒക്കെ സീറ്റിംഗ് ആണെങ്കിലും എല്ലാം ആ ഒറിജിനാലിറ്റി അതിലൂടെ. ഈ ഒരു റെസ്റ്റോറന്റിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ബെന്നാർഘട്ട റോഡിൽ AMC കോളേജിന്റെ തൊട്ടടുത്തായിട്ടാണ്. ബാംഗ്ലൂർ ബെന്നാർഘട്ട സൂ കാണാൻ വരുന്നവർ മസ്റ്റ് ആയിട്ട് ഇതിലൊന്ന് കയറിയിട്ട് പോകുക. അതിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ റെസ്റ്റോറന്റ് വരുന്നത്. എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.